ചിരങ്ങി എന്തിടോ നിന്റെ മുഖോ അല്ല എന്ത് നീ ആരെ കാണിക്കാൻ ഇങ്ങനെ ഈ ചൊറണ്ടിട്ട് ചമ്മന്തി പോലത്തെ മൂട് വെച്ചത് വെറുതെ നിന്നെ മുരടിയല്ല പറഞ്ഞ എന്തായാലും നീ കണ്ണാടി നോക്ക് പോയിട്ട് 4 രോമം അങ്ങ് വെച്ചുവിടാടാ ചിരങ്ങി ഭയങ്കര ബോറ് പറയുമ്പോൾ വിചാരിച്ചല്ല സത്യം വിചാരിക്കുകയാണെന്നില്ല ഞാനും നിങ്ങളെ സർട്ടിഫിക്കറ്റ് ജീവിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ ചിലപ്പോൾ താടി വെക്കും, താടി പഠിക്കും, അതെൻ്റെ സൗന്ദര്യ സങ്കല്പം. ഞാൻ രാവിലെ എണീക്കുന്നത് കണ്ണാടി നോക്കിയില്ല. കണ്ണാടിക്ക് മുമ്പിൽ ഞാൻ പെർഫെക്റ്റ് ആണോ, അതാണ് എൻ്റെ പെർഫെക്റ്റ്. അല്ലാതെ ജനങ്ങൾക്കനുസരിച്ചിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എനിക്കിപ്പോൾ ഞാൻ താടി പഠിച്ചത് പ്രശ്നമെങ്കിലും മറ്റു പലർക്കും ഞാൻ താടി വെക്കുമ്പോൾ പ്രശ്നമാക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് താടി പഠിച്ചിട്ട് നല്ല പൊടിക്കും, നല്ല ക്ലീൻ ഷേപ്പ് ആക്കിയിട്ട് എന്ത് ചെയ്തെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ പറഞ്ഞ് താടി പഠിച്ചതിന് എനിക്ക് താടി വെച്ചുകൂടെ, താടി വെച്ചിട്ട് നല്ല ലുക്കുണ്ട്, കൗരവറുള്ള മമ്മൂട്ടീനെ പോലെയുണ്ട്. അങ്ങനെ ആളുകൾക്ക് പല അഭിപ്രായം ഉണ്ടാവും. ആ ജീവിതത്തിനനുസരിച്ച് ആളുകളുടെ അഭിപ്രായത്തിനനുസരിച്ച് ജീവിക്കാൻ എന്നെ കിട്ടില്ല. ആകെ ഒരു മോന്തേ ഉള്ളൂ. 100 ആൾക്ക് 100 അഭിപ്രായം വെച്ചിട്ട് ഷേപ്പ് മാറ്റാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ രാവിലെ എണീച്ചിട്ട് എൻ്റെ സൗന്ദര്യ സങ്കല്പം എൻ്റെ കണ്ണാടിക്ക് എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് പെർഫെക്റ്റ് ആണോ, ആടെ ഞാൻ പെർഫെക്റ്റ് ഡേ, ആടെ ഞാൻ വിജയിച്ച്. എനിക്കല്ലെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. എനിക്ക് സർട്ടിഫിക്കറ്റ് എൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മതി. എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് ഡെയിലി കിട്ടുന്നു. ഞാൻ ചിലപ്പോൾ താടി വെച്ചിട്ടുണ്ടാകുമ്പോൾ കണ്ണാടി എനിക്ക് ഓക്കെ, വെക്കാത്തപ്പോൾ എൻ്റെ സൗകര്യവും. അത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഇപ്പം നിങ്ങളുടെ പെർഫെക്റ്റ് മാനാണ്. നല്ല ആൾക്കാരല്ലോ. ഇത്രയും നല്ല പെർഫെക്റ്റ്. എന്നിട്ട് ചങ്ങായിമാർക്ക് വിമർശനം. താടി പഠിച്ചെന്ത്, മീശ പഠിച്ചെന്ത്, ക്ലീൻ ഷേവ് ആക്കിയതിന് എന്തെല്ലാം അനുസരിച്ചിട്ട് ജീവിക്കേണ്ടി വരുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ എപ്പോഴും കണ്ണാടി നോക്കിയിട്ടല്ല വന്നത്. ഇതിനേക്കാളും പെർഫെക്റ്റ് എനിക്ക് ഇനി വേറെ ആവാനില്ലല്ലോ. അടിപൊളിയായിട്ടുണ്ട് അല്ലേ? വേണമെങ്കിൽ ഞാനൊരു സത്യം പറയാം. ഞാൻ നിൻ്റെ കൂട്ടുകാരൻ കണ്ണാടി തന്നെ. എന്നോടാണോ? അതെ, നിന്നോട് തന്നെ. നിൻ്റെ ഈ മോന്ത ചവിട്ടിപ്പൊളിക്കാൻ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് 2 കാലില്ലാത്തത് നിൻ്റെ മഹാഭാഗ്യം. വേണമെങ്കിൽ നീ നിൻ്റെ കണ്ണാടി ഒന്നും കൂടി നോക്ക്.